പ്രിയപ്പെട്ടവരെ, ഇന്ന് പെന്തക്കോസ്താ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ചിന്താവചനത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ വിവരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവരെല്ലാവരും, അതായത് യേശുവിൻ്റെ ശിഷ്യന്മാരും അനുയായികളും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കാരണം ഉദ്ധിതനായ യേശു അവരോട് കൽപ്പിച്ചിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. വീണ്ടും അതുപോലൊരു ദിവസം അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ളൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. യേശു പറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിലുള്ള സ്നാനമായിരുന്നു അത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. യേശു പറഞ്ഞതുപോലെ ജെറുസലേമിലും സമരിയായിലും യൂദാ മുഴുവനിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും അവർക്ക് യേശുവിൻ്റെ സാക്ഷികളാകാനുള്ള കൃപയും കിട്ടി. ആത്മാവ് വർഷിച്ച ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അന്നവിടെ കൂടിയിരുന്ന വിവിധ രാജ്യക്കാരിൽ ഏതാണ്ട് 3000-ഓളം പേർ അന്ന് അപ്പസ്തോലന്മാരിൽ നിന്ന് സ്നാനമേൽക്കുകയും ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ പ്രബോധനത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. അതിനാൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ. അസ്വസ്ഥതകളാലും ആകുലങ്ങളാലും ഞങ്ങൾ അനുദിന ജീവിതത്തിൽ ഏറെ വിഷമതകൾ അനുഭവിക്കുന്നു. അപ്പോസ്തലന്മാരുടെ മേൽ വർഷിച്ച ആ പരിശുദ്ധാത്മവർഷം ഞങ്ങളുടെ മേലും വർഷിക്കണമേ. ആമേൻ.